രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുക്കുമ്പോ എത്ര ആൾക്കാർ അള്ളാനെ മറന്നു? സമ്പത്തിന് വേണ്ടി, സന്താനങ്ങളുടെ സെറ്റപ്പിന് വേണ്ടി ഓടി നടന്നിട്ട് അള്ളാഹുവിനെ എത്ര പേര് മറന്നു? ഉമ്മമാരെ, സഹോദരങ്ങളെ, ദുനിയാവിലുള്ള സമ്പത്തുമായി കെട്ടുപണഞ്ഞിട്ട് എത്ര ആളുകൾ ദീന് മറന്നുപോയി, ദീനിന്റെ നിയമങ്ങൾ മറന്നുപോയി. സമ്പാദിക്കുന്നിടത്തും ചെലവഴിക്കുന്നിടത്തും വരുന്ന കൃത്രിമങ്ങൾ കാരണം അല്ലാഹു തആല പഠിപ്പിച്ചത് എത്ര വിസ്മരിച്ചുപോയി. ഏതെങ്കിലും ഒരു തവണ സഹോദരാ, നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നീ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ? നിനക്ക് കൂടിയുള്ള ഉപദേശമാണ് പ്രിയപ്പെട്ട പെങ്ങളെ. വീടിന്റെ ശുചീകരണവും വസ്ത്രത്തിന്റെ ശുചീകരണവും മക്കളുടെ പരിപാലനവും അതുപോലെ തന്നെ വീട്ടിലെ പാചകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുകിയിട്ട് ഒരു നിസ്കാരം ഒഴിവായിട്ടുണ്ടോ? ഒരു നിസ്കാരം ഖളായിട്ടുണ്ടോ? നമ്മളോട് അല്ലാഹു പറയുന്ന താക്കീതാണ്, മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു നൽകുന്ന ഉപദേശമാണ്. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നാട്ടിലേക്ക് വരാൻ, വിദേശത്തുനിന്ന് മക്കളൊക്കെ കാണാൻ, സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് ജീവിതമൊക്കെ ഒന്ന് റാഹത്താകാൻ, ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട്, അതിനൊക്കെ ആ വരുന്ന വഴിയിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ എത്തുമ്പോ കാവൽ തരുന്നതാരാ? അല്ലാഹു തആല. ഈ വണ്ടി ഒരു കുഴപ്പമാകാതെ ഇവിടെ എത്തിച്ചേരുന്നത് അല്ലാഹു തആല. അല്ലാതെ ഓടിക്കുന്ന ഡ്രൈവറൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഡ്രൈവർമാരെ ഓടിച്ചിട്ടൊരു അപകടം ഉണ്ടാകാൻ പാടില്ലല്ലോ, ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ, ഒരു വണ്ടി ഒരു ദിവസം അപകടപ്പെടാൻ പാടില്ല നിയന്ത്രിക്കുന്ന അവരാണെങ്കിൽ. ദിനേന നമ്മൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ ചെയ്തു തരുന്ന റബ്ബിന് ശുക്റായിട്ടുള്ള ആ ഇടയിലുള്ള യാത്രയിലെ നിസ്കാരം നീ വിട്ടുപോയി. ഇടയിൽ നീ ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, ചായ കുടിക്കാൻ, ചോക്ലേറ്റ് വാങ്ങാൻ, വീട്ടിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോഴൊന്നും നിനക്ക് നിസ്കരിക്കണമെന്നൊരു 4 റക്അത്ത് നിസ്കരിക്കണം, ഒരു 3 റക്അത്ത് മഗ്രിബ് നിസ്കരിക്കണം. നിന്റെ സിരകളിലൂടെ അത് ഓതുന്നില്ലെങ്കിൽ നിന്റെ മനസ്സിനെ യഥാർത്ഥത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ടുണ്ട്. ഈ വഴിയിൽ നിന്ന് ബഹുദൂരം നീ അകലെയായിട്ടുണ്ട്. സഹോദരങ്ങളെ, സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള കാരണമാകരുത്. ഒരാൾ പോകുന്നു, അയാളെ മകന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോവുകയാണ് ബാംഗ്ലൂരിലേക്ക്. ഉദാഹരണം പറയാ, ബാംഗ്ലൂരിലേക്ക് പോകുമ്പോ മകനും ബാപ്പയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുക്കും.